ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മിന്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 UPSC നടത്താനിരിക്കുന്ന സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഡേറ്റുകൾ ഏതൊക്കെയാണ്, സിലബസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, പ്രിപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്താണ് UPSC CSE? UPSC എന്ന് പറഞ്ഞാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, CSE എന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷൻ. എല്ലാ വർഷവും UPSC IAS, IPS, IFS പോലെയുള്ള ഗ്രൂപ്പ് എ അല്ലെങ്കിൽ ഗ്രൂപ്പ് ബി സർവീസസിലേക്ക് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് നടത്തുന്ന എക്സാം ആണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഈ എക്സാമിന് 3 സ്റ്റേജസ് ആണുള്ളത്: പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. വർഷത്തിൽ ഒരു തവണയാണ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ നടക്കുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻ വരുന്നത് 14/1/2026 അതായത് ജനുവരി 14 2026 നോട്ടിഫിക്കേഷൻ വരുന്നത്. പ്രിലിംസ് എക്സാമിന്റെ ഡേറ്റ് വരുന്നത് 24/5/2026 മെയ് 24 പ്രിലിംസ് എക്സാമിന്റെ ഡേറ്റ്. അതുപോലെ മെയിൻസ് എക്സാമിന്റെ ഡേറ്റ് എന്താണ്? 21/8/2026. ഈ 3 ഡേറ്റുകളും മറന്നു പോവാതിരിക്കുക. നോട്ടിഫിക്കേഷൻ വരുന്നത് ജനുവരി 14 അതുപോലെ തന്നെ പ്രിലിംസ് എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 24/5/2026. മെയിൻസ് എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 21/8/2026. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. IAS, IPS എന്ത് വേണം? നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 21 തൊട്ട് 32 വയസ്സ് വരെയാണ്. ഇത് ജനറൽ കാറ്റഗറിയിലെ ആളുകൾക്കാണ്. ഇനി OBC, SC, ST പിന്നെന്താണ്, പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ്, ഇവർക്കൊക്കെ എന്തുണ്ട്? ഏജ് റിലാക്സേഷനും ഉണ്ട്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത്? ഗ്രാജുവേഷൻ ആണ്. അതായത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിന്ന് ഗ്രാജുവേഷൻ, അതാണെന്ത് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് ജനറലിനാണെങ്കിൽ 6 അറ്റംപ്റ്റ്സ് ആണുള്ളത്, OBCക്ക് 9 അറ്റംപ്റ്റ്സും, SC, ST ആണെങ്കിൽ എന്താണ്, ഏജ് ലിമിറ്റിനെ അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് ആണ്. പക്ഷെ ഏജ് ലിമിറ്റ് കൺസിഡർ ചെയ്യണം. നമുക്കൊരു ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം OBCക്ക് ആണെങ്കിൽ 37, അങ്ങനെ 35, അങ്ങനെ ഏജ് ലിമിറ്റിൽ നിന്നുകൊണ്ട് അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് ആണ് SC, STക്ക് ഉള്ളത്. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഒന്നുകൂടി നോക്കാം. IAS, IPS നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ജനറലിന് 21 തൊട്ട് 32 വരെയാണ്. OBC, SC, ST കാറ്റഗറീസിലുള്ള ആളുകൾക്ക് എന്തുണ്ട്? ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാജുവേഷൻ ആണ്. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ജനറലിന് 6, OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 9, SC, ST കാൻഡിഡേറ്റ്സിന് അത് അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് ആണ്. പക്ഷെ വിത്തിൻ ഏജ് ലിമിറ്റ്, ആ ഒരു ഏജ് ലിമിറ്റിൽ ഉള്ളിലായിരിക്കണം അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ്. ഇനി എക്സാം പാറ്റേൺ നോക്കാം. 3 സ്റ്റേജസിലായിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാമിനേഷൻ ആണ്. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ഇനി സ്റ്റേജ് 2 എന്ന് പറയുന്നത് മെയിൻസ് എക്സാമിനേഷൻ ആണ്. അത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. നമുക്ക് എസ്സേ പോലുള്ള പേപ്പറുകൾ ഈ സ്റ്റേജ് 2 വരുന്നുണ്ട്. ഇനി സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്. അങ്ങനെ 3 സ്റ്റേജുകളിലായിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. ഒന്നുകൂടി നോക്കാം. ഏതൊക്കെയാണ് സ്റ്റേജുകൾ? പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. പ്രിലിംസ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ മാർക്ക് ചെയ്യണം. മെയിൻസ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ഇന്റർവ്യൂ, പിന്നെ ലാസ്റ്റ് സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഇനി പ്രിലിംസ് എക്സാമിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് നോക്കാം. നമുക്ക് 2 പേപ്പറാണ് പ്രിലിംസ് എക്സാമിൽ വരുന്നത്. GS പേപ്പർ 1 ആൻഡ് GS പേപ്പർ 2. GS പേപ്പർ 1 GS പേപ്പർ 2 എന്താണ്? ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പറാണ്. നമുക്ക് പ്രിലിംസിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ 2 മണിക്കൂർ വീതമായിരിക്കും എക്സാം നടക്കുന്നത്. GS പേപ്പർ 1 2 മണിക്കൂറാണ്. അതുപോലെ തന്നെ GS പേപ്പർ 2 എന്താണ്? 2 മണിക്കൂറാണ് സമയം ലഭിക്കുന്നത്. ഇനി മാർക്ക് നോക്കുവാണെങ്കിൽ GS പേപ്പർ 1 200 മാർക്കാണ്. അതുപോലെ തന്നെ GS പേപ്പർ 2 അതായത് CSAT ആണ്. അതൊരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പറാണ്. നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. CSATന് എന്ത് മതി? നമുക്ക് 33% മാർക്ക് മതി ജയിക്കാനായിട്ട്. CSATനും എത്ര മാർക്കാണ്? 200 മാർക്കിലാണ് എക്സാം നടക്കുന്നത്. പ്രിലിംസിൽ 2 പേപ്പറാണുള്ളത്, GS പേപ്പർ 1 ആൻഡ് GS പേപ്പർ 2. GS പേപ്പർ 2 എന്താണ്? CSAT ആണ്. ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പറാണ്. അതുപോലെ തന്നെ എന്താണ്? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 എന്താണ്? നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അതുപോലെ തന്നെ 2 മണിക്കൂർ വീതമാണ് സമയം ലഭിക്കുന്നത്.
ഓരോ പേപ്പറിനും മാർക്ക് വരുന്നതും 200 ഓരോ പേപ്പറിനും 200 മാർക്ക് വീതം. ഇനി മെയിൻസ് എക്സാമിന്റെ സ്ട്രക്ചർ നോക്കാം. 9 പേപ്പറാണ് ടോട്ടൽ വരുന്നത്. 1750 മാർക്ക്. ഓക്കെ, ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 1750 9 പേപ്പറാണ് നമുക്കുള്ളത്. എസ് പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ 4 GS പേപ്പർ ഉണ്ട്. GS പേപ്പർ 1, GS പേപ്പർ 2, GS പേപ്പർ 3 ആൻഡ് GS പേപ്പർ 4. പിന്നെ 2 ഓപ്ഷണൽ പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ 2 ക്വാളിഫയിങ്, അതായത് നമ്മുടെ ലാംഗ്വേജ് പേപ്പറും ഉണ്ട്. അതൊന്ന് ഇംഗ്ലീഷും പിന്നെ രണ്ടാമത് വരുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏത് ലാംഗ്വേജ് ആണോ അതും. അങ്ങനെ 9 പേപ്പറുകളാണ് നമുക്ക് മെയിൻസ് എക്സാമിനേഷനകത്ത് ഉള്ളത്. ടോട്ടൽ മാർക്ക് വരുന്നത് 1750. ഇനി ഇന്റർവ്യൂവിന്റെ കേസിലാണെങ്കിൽ 275 മാർക്കിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. പിന്നെ എന്താണ്, പ്രിലിംസിന്റെ മാർക്ക് മെറിറ്റ് കമ്പ്യൂട്ടേഷന് കൂട്ടത്തില്ല. അതില് മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്ക് മാത്രമേ എടുക്കത്തുള്ളൂ. ഇനി UPSC സിലബസ് നോക്കാം. പ്രിലിംസിൽ 2 പേപ്പർ ആണുള്ളതെന്ന് പറഞ്ഞു. GS പേപ്പർ 1 ആൻഡ് GS പേപ്പർ 2. GS പേപ്പർ 1 ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ് പോലെയുള്ള സബ്ജക്ട്സ് ഒക്കെയാണ് വരുന്നത്. ഇനിയിപ്പോൾ CSAT, GS പേപ്പർ 2 CSAT ആണ്. അതൊരു ക്വാളിഫയിങ് നേച്ചറുള്ള പേപ്പറാണ്. 33% മാർക്ക് മതി. അതായത് 200 ഒരു 66 മാർക്ക് ഉണ്ടെങ്കിൽ എന്താവും, നമ്മള് CSAT ജയിക്കും. CSATന്റെ സിലബസ് പറയാം. റീഡിംഗ് കോംപ്രഹെൻഷൻ, റീസണിങ്, ബേസിക് ന്യൂമറസി, ഡിസിഷൻ മേക്കിംഗ്. ഇതാണ് CSATന്റെ സിലബസ്. ഓക്കെ, ഇതാണ് പ്രിലിംസിന്റെ സിലബസ് വരുന്നത്. GS പേപ്പർ 1 ആൻഡ് GS പേപ്പർ 2. GS പേപ്പർ 1 ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, കറണ്ട് അഫയേഴ്സ് പോലെയുള്ള സബ്ജക്ട്സും CSATും. ഓക്കെ, GS പേപ്പർ 2 എന്ന് പറയുന്നത് CSAT ആണ്. CSAT ഒരു ക്വാളിഫയിങ് നേച്ചറുള്ള പേപ്പർ ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഇനി UPSC മെയിൻസിന്റെ സിലബസ് നോക്കാം. GS പേപ്പർ 1 വരുന്ന സബ്ജക്ട്സ് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ സൊസൈറ്റി. ഈ സബ്ജക്റ്റുകളൊക്കെയാണ് GS പേപ്പർ 1 വരുന്നത്. ഇനി GS പേപ്പർ 2 പൊളിറ്റി, ഗവേണൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇതൊക്കെയാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 വരുന്നത്. ഇനി ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമി, സയൻസ് ആൻഡ് ടെക്, എൻവയോൺമെന്റ്, ഇന്റർണൽ സെക്യൂരിറ്റി, അഗ്രികൾച്ചർ, ഈ സബ്ജക്ട്സ് ഒക്കെയാണ് GS പേപ്പർ 3 വരുന്നത്. ഇനി GS പേപ്പർ 4 എത്തിക്സിന്റെ പേപ്പറാണ്. ഇങ്ങനെ ഈ 4 എണ്ണമാണ് ഇവിടെ 4 GS പേപ്പറുകളാണ് UPSC മെയിൻസിന്റെ സിലബസിലുള്ളത്. പിന്നെ essay പേപ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ 2 പേപ്പറുകളും ഉണ്ടാവും, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ഒന്നുകൂടി നോക്കാം മെയിൻസിന്റെ സിലബസ്. GS പേപ്പർ 1, GS പേപ്പർ 2, GS പേപ്പർ 3, GS പേപ്പർ 4. പിന്നെ essay പേപ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ പേപ്പർ ഉണ്ടാവും, 2 ക്വാളിഫയിങ് നേച്ചറുള്ള പേപ്പറുകളും ഉണ്ടാവും, അതായത് ലാംഗ്വേജ് പേപ്പർ. ഓപ്ഷണൽ സബ്ജക്ട് അതിന്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. നമുക്ക് ഏറ്റവും നല്ല രീതിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് മാത്രം എന്ത് ചെയ്യുക, ഓപ്ഷണൽ ആയിട്ട് സെലക്ട് ചെയ്യുക. ഇനി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയാം. അതായത് നമ്മുടെ ബേസിക്സ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും ആ ഒരു സബ്ജക്റ്റിന്റെ ബേസിക്സ് ക്ലിയർ അല്ല, എനിക്ക് ആ ഒരു സബ്ജക്ട് നന്നായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് NCERTs നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കുക. ഒരു 1.5 വർഷത്തെയെങ്കിലും എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു 1-2 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് എന്ത് ചെയ്യുക, മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും നടത്തുക. അതുപോലെ തന്നെ ഓപ്ഷണൽ പേപ്പറും കൂടത്തിൽ പഠിച്ചു പോവുക. ഏതെങ്കിലും സബ്ജക്റ്റിന്റെ ബേസിക്സ് ക്ലിയർ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക, NCERT നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെ ക്ലാസ്സസ് എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നോട്ട്സ് അവൈലബിൾ ആണ്, വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താലും മതിയാവും. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ നമ്മൾ നോട്ട്സ് കൊടുക്കുന്നുണ്ട്, കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ടാവും. വേണമെന്നുള്ളവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. താങ്ക് യു.